തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. Please turn with me to John chapter 6 and we will read verse 67 and 68. John 6 chapter 6 യോഹന്നാൻ 6-ാമത്തെ അധ്യായം അതിന് 67-68 വാക്കുകൾ വായിക്കാം. പ്രാർത്ഥിക്കാം. Hallelujah. Shall we pray? Josh, read it in English for us, please. Then said Jesus unto the 12, Will ye also go away? Then Simon Peter answered him, Lord, to whom shall we go? Thou hast the word of eternal life. Amen. Shall we pray? Father in heaven, we come to you in Jesus' precious name. We thank you, Lord, for the word of God. Amen. We pray that you would bless it and break it and feed our hungry soul. Hallelujah. Let us go from this place with the word of season and the Spirit of the Lord speak to each and every one of us. Let the word of God come in full power and conviction. Amen. Praise God. Let the word of God fall good grounds of our heart. It is not 30 or 60, but only 100-fold. Let everyone who have come to this place, let them not return to the same way as they came, Lord. For the power of the Holy Ghost is not the same. In Jesus' name we pray. Amen. Praise the Lord. Hallelujah. Glory be to God's holy name. Hallelujah. ഈ ആഴ്ച മുഴുവനും ഈ വചനം ഹല്ലേലൂയ പ്രാർത്ഥനയോട് അമേൻ ധ്യാനിപ്പാൻ ഇടയായി. പ്രൈസ് ഗോഡ്. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ മധ്യേ ഉണ്ട്. അമേൻ. പ്രൈസ് ഗോഡ്. അമേൻ. ജനം അമേൻ അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി ആകർഷിക്കപ്പെടുന്നത് ഹല്ലേലൂയ ആ പാസ്റ്റ് ചർച്ചിൻ്റെ ക്രൗഡ് കണ്ടിട്ടല്ല, അമേൻ ആ പാസ്റ്റ് കണ്ടിട്ടല്ല, ആ വർഷിപ്പ് ലീഡറെ കണ്ടിട്ടോ അല്ലെങ്കിൽ മ്യൂസിക് വായിക്കുന്ന സഹോദരന്മാരെ കണ്ടിട്ടോ അല്ല, അമേൻ പകരം അമേൻ യേശു ക്രിസ്തുവിലേക്കാണ് ജനം ആകർഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. I'll say it in English. Praise God. The people are coming here, individuals are coming here, families are coming here, not because of the families, not because of the crowd, not because of the people, not because of the community, not because of the pastor, not because of the worship leader, only because of Jesus Christ is here, His presence is here in the midst of us. That's why we have come to the presence of God. John 12:32 very clearly says, യോഹന്നാൻ 12 അധ്യായം അതിന് 32 വാക്യം. Praise God. Amen. Praise God. വായിക്കാം. ഇംഗ്ലീഷിൽ വായിക്കാം. And if I be lifted up from the earth, will draw all men unto me. Praise God. യേശു ക്രിസ്തു ഉയർത്തപ്പെട്ട യേശു ക്രിസ്തു നമ്മുടെ മധ്യേ യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു എന്ന് നമ്മൾ പാടി. ആമേൻ. പ്രൈസ് ഗോഡ്. ഉയർത്തപ്പെട്ട യേശു ക്രിസ്തു നമ്മുടെ മധ്യേ ഉള്ളതിനായി ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ജനം ആകർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവമക്കൾ കൂടി വരുന്നു. ആശിനോ കണ്ടനോ സ്ഥലം നോക്കാതെ ഹല്ലേലൂയ യാത്ര സമയം നോക്കാതെ യാത്ര ചെയ്ത് വരുന്ന കാരണം ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി 49 John chapter 49 verse 10 വായിക്കാം. ഹല്ലേലൂയ. Genesis chapter 49. ജാതികളുടെ അനുസരണ അവനോടാകും എന്ന് മലയാളത്തിൽ മാത്രം മനസ്സിലാക്കാത്ത രീതിയിൽ പറഞ്ഞിരിക്കുക. ഇംഗ്ലീഷിലും തമിഴിലും ആമേൻ. പ്രൈസ് ഗോഡ്. വേറെ അർത്ഥത്തിൽ വായിക്കാം. The scepter shall not depart from Judah, nor a lawgiver from between his feet, until Shiloh come, and unto him shall the gathering of the people be. And unto him shall the gathering of the people be.
തമിഴിൽ എങ്ങനെയാണ് അറിയാമോ? ജനം അവിടത്തിൽ സേരുവാറുകൾ എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. പരിശുദ്ധാത്മാവ് പറയുന്ന ഹല്ലേലൂയ, ജനം കൂടുന്നത് യൂദാവിനോട് ആമേൻ, പ്രൈസ് ഗാഡ്, യാക്കോബ് പ്രവചനമായിട്ട് പറഞ്ഞ് എത്രയോ 1000 വർഷങ്ങൾക്ക് മുൻപ് ആമേൻ പ്രവചനമായിട്ട് പറഞ്ഞ ഒരു വാക്യമാണ്. യേശു ക്രിസ്തുവിലേക്ക് ആമേൻ അവൻ്റെ സ്ഥാനത്തിലേക്ക് ജനം ആശ്രയിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, നമ്മുടെ മധ്യേ യേശു ക്രിസ്തു ഉള്ളതിനായി നന്ദിയോട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം ചെയ്യാം. സ്തോത്രം, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, ഗ്ലോറി ബി ടു ഗാഡ്. ഹല്ലേലൂയ, താങ്ക് യു. നിങ്ങളും എന്നെ വിട്ട് പോവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് സഹതാപത്തോട് ചോദിച്ചതല്ല, പകരം ഹല്ലേലൂയ 12 അപ്പോസ്തലന്മാരോട് ആമേൻ, പ്രൈസ് ഗാഡ്, കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പിന്മാറിപ്പോവോ എന്നുള്ള ഭയം കർത്താവ് യേശു ക്രിസ്തുവിനുണ്ട്. ആമേൻ, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ദൈവമക്കൾ, ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആമേൻ, പ്രൈസ് ഗാഡ്. വീണ്ടും പറയുക. ആമേൻ, പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഒരു സഹോദരന്മാർ ദേവദാസനോട് പോയി ചോദിച്ചു, ആമേൻ, ഗാഡ് ഐ വുഡ് ലൈക്ക് ടു മൂവ് ഓൺ. ആമേൻ, പ്രൈസ് ഗാഡ്. ഗാഡ് ടോൾഡ് us ടു മൂവ് ഓൺ എന്ന് പറഞ്ഞപ്പോൾ ആമേൻ അദ്ദേഹം പാസ്റ്റർ പറഞ്ഞ വിച്ച് ഗാഡ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ ചോദിച്ചു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ബൈബിളിലുള്ള ആമേൻ, ബൈബിളിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിൻ്റെ വചനം അറിയുവാൻ ആമേൻ, പ്രൈസ് ഗോഡ്, നിങ്ങളുടെ ബാധ്യതരാണ്. ഹല്ലേലൂയ, അറിഞ്ഞുകൊള്ളുക. നമ്മുടെ ദൈവം ആമേൻ, പ്രൈസ് ഗോഡ്, is not a God who tells you to move on, but our God is a God who encourages us to stay on. Praise God. എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഹല്ലേലൂയ പരിഹാരം എത്തിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാദങ്ങളുണ്ട് ഇവിടെ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നമ്മുടെ ഒരിക്കലും യേശു ക്രിസ്തുവിനായിട്ട് പിന്മാറിപ്പോകുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. വായിക്കാം റൂത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. റൂത്ത് ചാപ്റ്റർ 1 വേഴ്സ് 17. പ്രൈസ് ഗാഡ്. റൂത്ത് നവോമിയോട് പറഞ്ഞത് ഒരു വാക്യമുണ്ട്, മരണമേ അല്ലാതെ വേറെ ഒന്നും നമ്മെ പിരിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ റൂത്തും നവോമി പിരിഞ്ഞുപോയി, കാരണം രണ്ടുപേരും മരിച്ചുപോയി. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. മരണം പോലും ആമേൻ, പ്രൈസ് ഗാഡ്, പിരിക്കാൻ പറ്റാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 38-ാമത്തെ വചനം വീട്ടിൽ ചെന്ന് വായിച്ചാട്ടെ, നമ്മൾക്ക് അറിയാം. ആമേൻ, പ്രൈസ് ഗാഡ്. അതിൽ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആമേൻ, പ്രൈസ് ഗാഡ്. മരണമോ, ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, മരണം പോലും നമ്മെ പിരിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ഗാഡ്. അത്രയ്ക്ക് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവോട് ചേർന്നിരിക്കുക. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അവൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും ഒന്നായി ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, റൂത്ത് നഹോമി പോലെ പിരിഞ്ഞ് ഹല്ലേലൂയ നമുക്ക് പിരിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ദൈവ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ആമേൻ, പ്രൈസ് ഗാഡ്, വർദ്ധിക്കും തോറും ഹല്ലേലൂയ സഭയിൽ ഹല്ലേലൂയ വിശാലത വർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ആമേൻ, പ്രൈസ് ഗാഡ്, നിത്യജീവ വചനങ്ങളുണ്ട്. ആരാണ് നമ്മുടെ യേശു ക്രിസ്തു? ആമേൻ, പ്രൈസ് ഗാഡ്. Our Jesus Christ is our Lord Jesus Christ is our emancipator. Praise God. ആമേൻ. അതിന് മീനിങ് എന്താണെന്ന് അറിയാമോ? ആമേൻ, കട്ടപ്പെട്ടിരിക്കുന്ന മക്കളെ വിടുവിക്കുവാൻ, ആമേൻ, വിടുതലയാക്കുവാൻ ഹല്ലേലൂയ കഴിവുള്ളവൻ ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഈ ജീസസ് ക്രൈസ്റ്റ് അവർ ഇമാൻസിപ്പേറ്റർ. വായിക്കാം ഉൽപ്പത്തി 4-ാമത്തെ അപ്പോസ്തല പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഹല്ലേലൂയ.
മറ്റൊരുത്തനിലും രക്ഷയില്ല. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണ് രക്ഷയുള്ളൂ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇവിടെ കൂടിയിരിക്കുന്ന മക്കൾ എല്ലാവരും യേശു ക്രിസ്തുവാൽ രക്ഷിക്കപ്പെട്ട മക്കളാണ്, വീണ്ടും ജനനം പ്രാപിച്ച മക്കളാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ നാമം നമ്മുടെ മധ്യേ യേശു ക്രിസ്തുവിൻ നാമേ അല്ലാതെ വേറൊരു നാമം കൽപ്പിക്കപ്പെടുവാൻ ഹല്ലേലൂയ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു കാര്യം അറിയാമോ? ഹല്ലേലൂയ. രക്ഷയും ഹല്ലേലൂയ നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഈ രക്ഷയും നാമവും ഒന്നാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രക്ഷയ്ക്ക് ആമേൻ എന്ന എബ്രായ ഭാഷ എന്താണെന്ന് അറിയാമോ? പഴയ നിയമത്തിൽ യെശുവ. യെശുവ is the name given to salvation. ആമേൻ. പ്രൈസ് ഗോഡ്. യാക്കോബ് ദാനെക്കുറിച്ച് പറയുമ്പോൾ ആമേൻ mine eyes have seen thy salvation എന്ന് പറയുമ്പോൾ mine eyes have seen thy യെശുവ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷയും ആമേൻ പ്രൈസ് ഗോഡ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നാമവും ഒന്നായിരിക്കുന്നു. പഴയ നിയമത്തിൽ 3 ഒന്നാകാൻ സാധ്യമെങ്കിൽ 2 ഒന്നാകാൻ സാധ്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പിതാവ്, കുമാരൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം ആമേൻ പ്രൈസ് ഗോഡ് ഒന്നായി. ആമേൻ പ്രൈസ് ഗോഡ്. ഒരിക്കൽ ഞാൻ യഹോവ സാക്ഷികളോട് ആമേൻ പ്രൈസ് ഗോഡ് ഹൈറോൾ ഇരിക്കുന്ന ചില സഹോദരന്മാരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു ആമേൻ പ്രൈസ് ഗോഡ് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ആമേൻ എങ്ങനെയുണ്ട് എബ്രായ മൊഴിയിൽ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അവരെ നോക്കി ആമേൻ മറുപടി പറഞ്ഞില്ല. ആമേൻ പ്രൈസ് ഗോഡ്. ആൻഡ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദി എർത്ത് എന്ന് പറയുന്നല്ലോ. ആ ഗോഡ് എബ്രായ ഭാഷയിൽ എന്ന പേര് എന്ന് ചോദിച്ചപ്പോൾ അവർ യഹോവ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, യഹോവ ഇല്ല, ഏലോഹിം മാത്രമേ ഉള്ളൂ. ആമേൻ. ഏലോഹിം എന്നാൽ ദൈവം. ആമേൻ. ഏകവചനത്തിൽ ആമേൻ പറഞ്ഞിരിക്കുന്ന ഒരു നാമമാണ് എലോഹിം. എലോഹിം എന്ന് പറഞ്ഞാൽ ഗോഡ് ഇൻ പ്ലൂറൽ. ആമേൻ പ്രൈസ് ഗോഡ്. ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ഗോഡ്. 3 പേരും ഹല്ലേലൂയ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വചനം പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ വായടച്ചു പോയി, മിണ്ടിയില്ല എന്നോട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. ത്രിയേക ദൈവത്തെ വിശ്വസിക്കുന്നത് ഒരു റെവലേഷനാണ്. ത്രിയേകത്തെ മറ്റൊരെല്ലാവരും തള്ളിക്കളയുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളും ഞാനും ആമേൻ പ്രൈസ് ഗോഡ് നമ്മുടെ ശക്തിയെ ആമേൻ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാണ് നിങ്ങൾ ഞാനും. ഹല്ലേലൂയ. Glory be to God. Hallelujah. ലോകകരമായ കാൽക്കുലേഷൻ 1 + 1 is 3. 1 + 1 + 1 is 3. ആമേൻ പ്രൈസ് ഗോഡ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേർ ആമേൻ പ്രൈസ് ഗോഡ് എന്ന് ലോകമനുഷ്യർ പറയും. എന്നാൽ ഹെവൻലി കാൽക്കുലേഷൻ അങ്ങനെയല്ല. 1 × 1 × 1 that is equal to 1. ആമേൻ പ്രൈസ് ഗോഡ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരേ ദൈവമാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുവാൻ മനസ്സുള്ളവർ ആമേൻ കരങ്ങുവർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. ഇതൊരു റെവലേഷനാണ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. ബോവാസിന് ഒരേ ഒരു റൂത്ത്. ആമേൻ പ്രൈസ് ഗോഡ്. സൽമോണിന് ഒരേ ഒരു റഹാബ് ഉണ്ടെങ്കിൽ ആമേൻ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന് ഒരേ ഒരു മണവാട്ടിയേ ഉള്ളൂ. അത് നിങ്ങളും ഞാനുമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ജാതികളിലിരുന്ന് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അവണ്ടിലേക്ക് ആമേൻ പ്രൈസ് ഗോഡ് ചേർന്ന മക്കളാണ് നിങ്ങളും ഞാനും. രക്ഷിക്കപ്പെട്ട് വേറുപാട് സ്വീകരിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ആത്മാവാൽ നയിക്കപ്പെടുന്ന അനുഭവത്തിൽ ആമേൻ ദിവസം പ്രതി കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ആമേൻ കാത്തിരിക്കുന്ന മക്കളാണ് നിങ്ങളും ഞാനും. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. വായിക്കാം റൂത്തിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. Praise be to God's holy name.
പുതപ്പ് വിരിക്കാൻ ഹല്ലേലൂയ നമ്മുടെ മേൽ അവൻ്റെ ആമേൻ കർത്താവ് യേശു ക്രിസ്തു പുതപ്പ് വിരിച്ചു എപ്പോഴാണ് അറിയാമോ? ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. കാൽവരി ക്രൂശിൽ അവൻ നഗ്നനായപ്പോൾ ആമേൻ പ്രൈസ് ഗോഡ്, when he became naked on the cross of Calvary, you and I, he put the skirt upon you and me, and we became hallelujah his wife. Hallelujah. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത ആമേൻ പ്രൈസ് ഗോഡ്. പുതപ്പ് ആരുമേലെ ഇടുന്നു. ആമേൻ വായിക്കാം. എസേക്കിയേൽ പുസ്തകം 16-ാമത്തെ അധ്യായം, chapter 16 verses 8, 8-ാമത്തെ വാക്യം വായിക്കാം. എസേക്കിയേൽ 16:8. Now when I passed by thee and looked upon thee, behold, thy time was the time of love, and I spread my scare over thee and covered thy nakedness. Yea, I swear unto thee and entered into a covenant with thee, saith the Lord God, and thou becamest mine. Praise God. മലയാളത്തിൽ വായിക്കാമോ? കൊച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ. നിങ്ങൾക്കും എനിക്കും യേശുവിനും ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന് പേരാണ് ഹല്ലേലൂയ നിയമനം, ബന്ധം. ഹല്ലേലൂയ കവനന്റ് റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ നിങ്ങളുടെ എൻ്റെ മേൽ പുതപ്പ് വിരിച്ച് ഹല്ലേലൂയ നിങ്ങളോട് എന്നോട് ഒരു നിയമനം ചെയ്തിരിക്കുന്നു. ആ നിയമനം അവൻ ഭർത്താവ് ഭാര്യ എന്നുള്ള ആമേൻ പ്രൈസ് ഗോഡ് നിയമനമാണ്. ആമേൻ പ്രൈസ് ഗോഡ്. കർത്തമേശയിൽ സ്വീകരിച്ച എല്ലാ ദൈവമക്കളിലും ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു നിയമനത്തിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ നിയമനമുണ്ട്. അതാ വായിക്കുന്നത് ബ്രദർ റോൺ വായിച്ചു. ആമേൻ പ്രൈസ് ഗോഡ്. This is the blood, this is my blood, drink, do this in remembrance of me. Amen praise God. For this is the New Testament of my blood. Amen praise God. പുതിയ രക്തത്തിനാൽ എൻ്റെ പുതിയ നിയമമാകുന്നു. ഹല്ലേലൂയ. നിങ്ങളും ഞാനും ഹല്ലേലൂയ പ്രൈസ് ഗോഡ് പുതിയ നിയമ സഭക്കാര. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഹല്ലേലൂയ പുതിയ പഴയ നിയമത്തിൽ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമത്തെ അഭിഷേകം പ്രാപിച്ചവർ ഒരു ഗ്ലാസ് ഇട്ട് ആമേൻ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഒരു ഗ്ലാസ് ഇട്ട് ആമേൻ വായിക്കുന്ന ഹല്ലേലൂയ വായിക്കുമ്പോൾ പഴയ നിയമം മുഴുവൻ പുതിയ നിയമമായിട്ട് പുതിയ നിയമ വിശ്വാസി ഒരു പഴയ നിയമത്തെ വായിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഒത്തിരി രഹസ്യങ്ങൾ വെളിപ്പാടുകൾ ആമേൻ ക്രിസ്തുവിനെയും അവൻ്റെ സഭയും കാണാൻ പറ്റും. റൂത്തും ബോവാസും തമ്മിലുള്ള ബന്ധം ഹല്ലേലൂയ യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. സലോമോനും ഹല്ലേലൂയ സുലമത്തിയാളുള്ള ബന്ധം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. ഇതുപോലെ പല പുസ്തകങ്ങളുമുണ്ട്, പല സന്ദർഭങ്ങളുമുണ്ട്, പല സംഭവങ്ങളുമുണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നത്. ഒന്നുമില്ല. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ഉടൻപടി പെട്ടകം ഹല്ലേലൂയ അത് ആദ്യമായി ഉണ്ടാക്കിയ ഒരു ഒബ്ജക്റ്റാണ്. അത് മഹാവിശുദ്ധ സ്ഥലത്തേക്ക് വയ്ക്കപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആമേൻ പ്രൈസ് ഗോഡ് അവൻ്റെ സാന്നിധ്യം അവൻ്റെ കൃപ ആമേൻ പ്രൈസ് ഗോഡ് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് ഉടൻപടി പെട്ടകം മുകളിലാണ് ആമേൻ കൃപാസനമുണ്ട്. കൃപാസനത്തിലാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുന്നത്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. നിങ്ങളും ഞാൻ അടുക്കൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ദയ മാത്രം ലഭിക്കുന്നില്ല, കൃപ മാത്രം പ്രാപിക്കുന്നില്ല, പകരം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരായി മടങ്ങി വരുന്നു. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. നിങ്ങൾക്കും എനിക്കും ആമേൻ മതിയായത് ഒന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബജീവിതത്തെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ആമേൻ ജയമായി നടത്തുന്ന കൃപയാൽ ഇതുവരെ നടത്തുന്ന ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തായി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ അണ്ടയിലേക്ക് ഒത്തിരി ഭാരത്തോട് പോയി. I went to Jesus with my sin, my sickness and sorrow. With the loads, I went to him. He took all the loads upon himself. The load of sin, the load of sickness and the load of sorrow, he took upon himself. But he gave me two burdens. And the cruciane, my cross only not he gave me, but he gave me two burdens also. Burden
for the perishing souls and the burden for the perfecting of the saints. വിശുദ്ധന്മാരുടെ ആമേൻ പൂർണ്ണത പ്രാപിപ്പാൻ വേണ്ടി മാത്രമല്ല, നശിച്ചുപോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഭാരം രണ്ടും എനിക്ക് നൽകി. ഈ ഭാരങ്ങളെല്ലാം ഉത്തരവാദിത്തങ്ങളായി മാറി, ഉത്തരവാദിത്തങ്ങളെല്ലാം വേലയായി മാറി, വേല സന്തോഷമായിട്ട് മാറി, സന്തോഷം എൻ്റെ ആത്മബലനായി മാറി. ഹല്ലേലൂയ. കർത്താവിനെ ആമേൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ്റെ ആമേൻ പ്രൈസ് ഗോഡ്. For my yoke is easy and my burden is light, says the Lord. Hallelujah. Praise God. ഇതുവരെ അവൻ്റെ വേലയിലിരിക്കുന്നവർ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവല്ല, പകരം ജോബ് റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വരണം. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുവാണ്, എൻ്റെ കൂടെ ചേർന്ന് ദൈവത്തെ സേവിക്കുവാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അസിസ്റ്റന്റ് ചീഫ് പാസ്റ്റർ ആമേൻ പാസ്റ്റർ വെസ്ലി ലൂക്കോസ് പാസ്റ്റർ ടി തോമസിനെ കാണാൻ വേണ്ടി, ചീഫ് പാസ്റ്ററെ കാണാൻ വേണ്ടി പോയി, കാണാൻ പറ്റിയില്ല. അതിന് പകരം അസിസ്റ്റന്റ് ചീഫ് പാസ്റ്റർ വെസ്ലി ലൂക്കോസിനെ കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ യൂത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കുക. പാസ്റ്റർ ഞങ്ങളോട് ചോദിച്ച്, ബെസ്റ്റ് എംപ്ലോയർ അറിയാമോ? യേശു ക്രിസ്തുവാണ് ബെസ്റ്റ് എംപ്ലോയർ. ആമേൻ പ്രൈസ് ഗോഡ്. അവൻ നിങ്ങളെ കരുതിക്കൊള്ളും, അവൻ നിങ്ങളെ നോക്കിക്കൊള്ളും. ആമേൻ പ്രൈസ് ഗോഡ്. വുഡ് യു ലൈക്ക് ടു സെർവ് ഹിം? ആമേൻ പ്രൈസ് ഗോഡ് എന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെ യേശു ക്രിസ്തുവാണ് ബെസ്റ്റ് എംപ്ലോയർ. ഞാൻ ഇതുവരെ 17 ജോലികൾ ചെയ്തിട്ടുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. എ ബെസ്റ്റ് എംപ്ലോയർ ഇസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ പ്രൈസ് ഗോഡ്. ഐ ചാലഞ്ച് the sisters and brothers to resign your job and come for the full-time ministry. Hallelujah. Glory be to God's holy name. Hallelujah. ഇത് ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഈ സന്തോഷം ആമേൻ പറഞ്ഞു തീരാത്ത ഒരു സന്തോഷമായി മാറി എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. The joy became the unspeakable joy. Praise God. Hallelujah. And if anyone asks me, I will say that my pastor, amen, had told me only half of the wealth of Jesus Christ, the joy and the salvation and all the spiritual blessings, only half of it was told. Amen, praise God. I will join with Queen of Sheba and say even half of the other half has not been told. എല്ലാ പാസ്റ്റർമാരും ആമേൻ ശ്രമിച്ചിട്ടും ആമേൻ അവർ പകുതിയോളമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി പകുതിയോളം സ്വർഗത്തിലുണ്ട്. അത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, അത് അനുഭവിക്കുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. യേശു ക്രിസ്തു ഈ ശബ്ദപരിധിനുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാർ എല്ലാവരും അറിയേണ്ടത്, യേശു ക്രിസ്തുവിൽ മാത്രം രക്ഷയുള്ളൂ. ആമേൻ പ്രൈസ് ഗോഡ്. മറ്റൊരുത്തനും രക്ഷയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെടുമ്പോൾ, കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെടുമ്പോൾ അവൻ ജനത്തിലെ എല്ലാവരെയും അവനിലേക്ക് ആകർഷിക്കും എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. Hallelujah. My Jesus Christ is not only an emancipator, but is also an edifier. വായിക്കാം. Amen. Praise God. 1 Thessalonians അതിൻ്റെ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. Praise be to God's holy name. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെയും എന്നെയും കാക്കുന്ന മാത്രം അമേൻ ശുദ്ധീകരണം തരുന്നത് മാത്രമല്ല, നമ്മെ കാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെ കാക്കുകയും ചെയ്യുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. നമ്മുടെ ജനനം തൊട്ട് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് വരെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നിങ്ങളെയും എന്നെയും സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹത്തെയും പരിശുദ്ധപ്പെടുത്തി ഹല്ലേലൂയ അവൻ്റെ വരവിനായി ഒരുക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 29-ാമത്തെ അധ്യായം അതിന് 4-ാമത്തെ വചനം വായിക്കാം. Exodus chapter 29 verse 4.
Glory be to God's holy name. മോശയോട് ദൈവം കൽപ്പിച്ച ഒരു കൽപ്പനയാണ് ആരോനെയും അവൻ്റെ പുത്രന്മാരെയും കഴുകാനുള്ളത് മോശയുടെ ഉത്തരവാദിത്തമാണ്. അമേൻ. എന്തുകൊണ്ട് അമേൻ ആമേൻ ചിലർ ആമേൻ പ്രൈസ് ഗാഡ് തന്നെ അമേൻ സ്നാനപ്പെടുന്നു, തന്നെ വെള്ളത്തിൽ മുങ്ങിയിട്ട് അമേൻ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ സ്നാനമാണ് എന്ന് പറയുക. അമേൻ പ്രൈസ് ഗാഡ് സ്നാനം ഒരു അഭിഷേകം പ്രാപിച്ച അമേൻ പ്രൈസ് ഗാഡ് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ദൈവദാസന്റെ കൈക്കീഴായിരിക്കണം. ഹല്ലേലൂയ. Glory be to God's name. Baptism has to be under the hands of anointed man who has set apart his life for the ministry. Praise be to God's holy name. Hallelujah. മോശെ അഹരോനും അഹരോന്റെ പുത്രന്മാരും തങ്ങൾ തന്നെ കഴുകിയില്ല, അതിന് പകരം മോശെ കൊണ്ട് കഴിപ്പിച്ചു. ആമേൻ പ്രൈസ് ഗാഡ്. മോശെ കഴുകി അവരെ ആമേൻ പ്രൈസ് ഗാഡ് വെടിപ്പാക്കിയ ശേഷം ഹല്ലേലൂയ വസ്ത്രം അണിയിച്ചു. ഹല്ലേലൂയ. Glory be to God's holy name. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മോശയുടെ സ്ഥാനത്തിൽ പുതിയ നിയമത്തെ മോശയായി നമ്മെ എല്ലാ ദിവസവും നമ്മെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി ഹല്ലേലൂയ പ്രൈസ് ഗാഡ് അവൻ്റെ വരവിന് വരെ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. Glory be to God's holy name. ഹല്ലേലൂയ. 1 സാമുവേൽ 10-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം. സൗലിനെ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. വായിക്കാം. 16-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. Praise be to God's holy name. ഈ 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമോ 16-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്ന ആമേൻ പ്രൈസ് ഗാഡ് സൗലിനെ അഭിഷേകം ചെയ്ത് ദാവീദിനെ അഭിഷേകം ചെയ്ത് പ്രൈസ് ഗാഡ് ഹല്ലേലൂയ നിങ്ങളെയും എന്നെയും ആമേൻ പ്രൈസ് ഗാഡ് പുതിയ നിയമത്തിൽ എല്ലാ ദിവസം പ്രതി ഹല്ലേലൂയ നമ്മെ അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ട്. സമൂവേലിൻ്റെ സ്ഥാനത്ത് തൈലക്കുപ്പി അവൻ്റെ കയ്യിലുണ്ട്. ഓരോ ദിവസവും സഭ സമർപ്പിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ പുതിയ അഭിഷേകത്താൽ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. ആ പുതിയ അഭിഷേകം എന്തിനറിയാമോ? ആമേൻ നിങ്ങളും ഞാനും പുതിയ പാട്ടുകൾ എഴുതുവാൻ വേണ്ടി, പുതിയ ബുക്സുകൾ റിലീസ് ചെയ്യുവാൻ വേണ്ടി, പുതിയ മെസ്സേജുകൾ വെളിപ്പാടുകൾ പറയുവാൻ വേണ്ടി. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. പുതിയ സാക്ഷ്യം പറയുവാൻ വേണ്ടി, പുതിയ പാട്ടുകൾ പാടാൻ വേണ്ടി. ആമേൻ പ്രൈസ് ഗാഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എത്ര കാലം പഴയ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും, എത്ര കാലം പഴയ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ആമേൻ പുതിയ പാട്ടുകൾ പാടുക. ആമേൻ പ്രൈസ് ഗാഡ്. ദൈവം നിങ്ങളുടെ വായ തുറക്കട്ടെ. ഹല്ലേലൂയ. പുതിയ നാമം പുതിയ രാഗം നൽകട്ടെ. ഹല്ലേലൂയ. ദിവസം പ്രതി അവൻ നമ്മെ അഭിഷേകിക്കുന്നു. ആമേൻ പ്രൈസ് ഗാഡ്. ലാസ്റ്റായി ആമേൻ പ്രൈസ് ഗാഡ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എൻഡോവറാണ്. എൻഡോവർ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പ്രൈസ് ഗാഡ് വരാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. നമ്മുടെ യേശു ക്രിസ്തു വരാൻ പോകുന്ന ദൈവമാണ്. പ്രൈസ് ഗാഡ്. യോഹന്നാൻ 14-ാമത്തെ അധ്യായം അതിന് 2-ാമത്തെ വചനമോ 3-ാമത്തെ വാക്യം. John chapter 14 verses 2 and 3. John chapter 14 verses 2 and 3. പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ കാണാം ഹല്ലേലൂയ ഒത്തിരി വീടുകൾ ആമേൻ പ്രൈസ് ഗാഡ് ഉണ്ട്. ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒത്തിരി ഭവനങ്ങളുണ്ട്. ഞാൻ ഉദാഹരണമായിട്ട് ആമേൻ പ്രൈസ് ഗാഡ് ഞങ്ങളുടെ അവിടെയുള്ള പാസ്റ്റർ വിശ്രമിച്ച പാസ്റ്റർ തോമസ് രാജ് പറഞ്ഞ ഒരു സംഭവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എന്നെ തെറ്റായിട്ട് വിചാരിക്കരുത്. പ്രൈസ് ഗാഡ് ഹല്ലേലൂയ. ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണം എന്ന് താഴ്മയോട് ഇപ്പോൾ തന്നെ ചോദിക്കുന്നു നിങ്ങളോട്. ആമേൻ പ്രൈസ് ഗാഡ്. ഒരിക്കൽ ആമേൻ പ്രൈസ് ഗാഡ് ഒരു വേലക്കാരൻ
അമേൻ പ്രൈസ് ഗാഡ് വേല ചെയ്യുന്നവൻ അവൻ്റെ വീട് സ്വർഗത്തിൽ ദൂതൻ അമ്മയ്ക്ക് വീട്ടിലിരിക്കുന്ന ഉടമസ്ഥി യജമാട്ടി അവർ കാണിച്ചു കൊടുത്തു. പ്രൈസ് ഗാഡ് ദൂതൻ്റെ വീട് അവൻ വലിയ കൊട്ടാരം, വലിയ ബംഗ്ലാ അമേൻ പ്രൈസ് ഗാഡ് പണിതിരിക്കുന്ന ഹല്ലേലൂയ. സ്വർഗത്തിൽ അമേൻ ദൂതൻ അമ്മച്ചി വിചാരിച്ചു, ഈ വേലക്കാരുടെ വീട് ഇത്ര വലുതാണെങ്കിൽ എൻ്റെ വീട് എത്ര വലുതായിരിക്കും, ഇതിനേക്കാൾ വലുതായിരിക്കും എന്ന് വിചാരിച്ചു. അമേൻ പ്രൈസ് ഗാഡ് സ്ട്രീറ്റിൻ്റെ കോർണറിലേക്ക് വന്നപ്പോൾ അമേൻ പ്രൈസ് ഗാഡ് ഒരു ചെറിയ വീട് അമേൻ പ്രൈസ് ഗാഡ് അമ്മച്ചിയോട് പറഞ്ഞ് ദൂതൻ പറഞ്ഞു, ഇതാണ് അമ്മച്ചിയുടെ വീട്. അമ്മച്ചി പറഞ്ഞ്, എൻ്റെ വേലക്കാരന് മാത്രം വലിയ വീട് തന്നല്ലോ. അമേൻ പ്രൈസ് ഗാഡ് അവൻ ഭൂമിയിലിരിക്കുമ്പോൾ അവൻ തന്ന പൈസ കൊണ്ട് ഞങ്ങൾ പണിത ഭവനമാണ് ഈ കൊട്ടാരം. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. ഭൂമിയിലിരിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ തരുന്ന സ്തോത്രകാഴ്ച ദശാംശം എല്ലാം സ്വർഗത്തിൽ ദൈവം കാണുന്നുണ്ട്. ആമേൻ പ്രൈസ് ഗാഡ്. അവൻ ആർക്കും കടക്കാരനല്ല. ആമേൻ പ്രൈസ് ഗാഡ്. പകരം ഹല്ലേലൂയ അവിടെ പോകുമ്പോൾ നിങ്ങളുടെ ഓഹരി, നിങ്ങൾ ടാക്സ്, നിങ്ങളുടെ എണ്ണ എല്ലാം ചേർത്ത് ആമേൻ പ്രൈസ് ഗാഡ് ഗെയിനായിട്ട് ലംസമായിട്ട് ഗ്രോസ് പേ അവിടെ ഉണ്ട്. ആമേൻ പ്രൈസ് ഗാഡ്. അതിനെ സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? എത്ര പേർ മാറ്റി വയ്ക്കുന്നത് ദശഭാഗം കൊടുക്കാതെ ദൈവത്തിൻ്റെ മോഷ്ടിക്കുവാൻ? ആമേൻ പ്രൈസ് ഗാഡ്. റോബ് ചെയ്യുക. ആമേൻ പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യു ഹാവ് റോബ്ഡ് മീ. ഹൗ മെനി ടൈംസ് യു ഹാവ് റോബ്ഡ് ഫ്രം ഗോഡ്? ദിസ് ടൈം ടു give unto God which belongs to God. Hallelujah praise God. ദൈവത്തിന് കൊടുത്ത അനുഗ്രഹം പ്രാപിച്ച സഹോദരിമാർ ഇവിടെ ഉണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദശാംശം ദൈവത്തിനുള്ള വകയാണ്. ഹല്ലേലൂയ ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. എബ്രായർ ലേഖനം 16-ാമത്തെ അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 10-ാമത്തെ വാക്യം. Glory be to God's holy name. ദൈവമാണ് അതിന് മേക്കർ, അതിന് ഫൗണ്ടേഷൻ പണിയുന്നത്. ആ നഗരത്തിന് ദൈവം തന്നെയാണ് പണിയുന്നത്. ദൈവം ആരെയും സമ്മതിക്കുന്നില്ല. ദൂതന്മാർ ഇഷ്ടം പോലുണ്ട്. ദൂതന്മാരോട് പറഞ്ഞാൽ പണി ചെയ്യാം. എൻ്റെ മകന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ദൈവം ആമേൻ പ്രൈസ് ഗാഡ് അടിസ്ഥാനം ഇടുന്നു. ആമേൻ പ്രൈസ് ഗാഡ് ആ ബിൽഡിംഗ് പണിയുന്നു. ആമേൻ പ്രൈസ് ഗാഡ് ആ വാതിൽ വയ്ക്കുന്നു, എല്ലാം ചെയ്യുന്നു. ആമേൻ പ്രൈസ് ഗാഡ്. ആരെന്നറിയാമോ? സ്വർഗത്തിലുള്ള ദൈവമാണ് ചെയ്യുന്നത്. ആമേൻ പ്രൈസ് ഗാഡ്. നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു കൊട്ടാരം പണിയുന്നു. ഹല്ലേലൂയ ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ താങ്ക് യു ജീസസ്. എബ്രായർക്ക് ലേഖനം 13-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം 14th verse. ആമേൻ പ്രൈസ് ഗാഡ്. വരുവാനുള്ള ഒരു നഗരമുണ്ട്. ആ നഗരത്തിനായി അന്വേഷിക്കുന്നു. ഒരു അന്വേഷണം ഭൂമിയിൽ നടക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ ചോദിച്ചാൽ നൗ വി ആർ ഇൻ ഹെവൻലി ജെറുസലേം. സ്വർഗീയ യെരുസലേമിൽ ആയിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഹല്ലേലൂയ പുതിയ യെരുസലേമിലേക്ക് ആമേൻ പ്രൈസ് ഗാഡ് ഞാൻ പോകാൻ പോകുന്നു. ഫ്രം ഹെവൻലി ജെറുസലേം വി ആർ ഗോയിങ് ടു ആമേൻ വി ആർ ഇൻ ഹെവൻലി ജെറുസലേം റൈറ്റ് നൗ. പ്രൈസ് ഗാഡ്. ഫ്രം ഹെവൻലി ജെറുസലേം വി ആർ ഗോയിങ് ടു ന്യൂ ജെറുസലേം. ന്യൂ ജെറുസലേം ഷുഡ് ബി യുവർ ഡെസ്റ്റിനേഷൻ. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. ഈ സഹോദരിമാരോട് ആരെങ്കിലും ചോദിച്ചാൽ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയുന്നു, പുതിയ യെരുസലേമിലേക്കാണ് പോകുന്നത്. അവിടെ എൻ്റെ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് നഗരം പണിതിരിക്കുന്നു. ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. Revelation 21 verse 16. Glory be to God's holy name. 4 square city ആണ് ആ ന്യൂ ജെറുസലേം. ആ 4 square എന്ന് പറഞ്ഞാൽ ആമേൻ പ്രൈസ് ഗാഡ് നീളമും ആമേൻ ഉയരമും ആമേൻ പ്രൈസ് ഗാഡ് വീതിയും എല്ലാം സമമായിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ 4 സ്വഭാവങ്ങളാണ്.
ദൈവത്തിൻ്റെ 4 സ്വഭാവങ്ങളിൽ ഇവിടെ പൂർണ്ണത പ്രാപിക്കണം. ഹല്ലേലൂയ. എങ്കിലേ ആ പുതിയ യെരൂശലേമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആമേൻ. രക്ഷിക്കപ്പെട്ടാൽ മാത്രമല്ല, ചിലർ പറയുന്നു ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടാൽ പുതിയ യെരൂശലേമിലേക്ക് പോകാൻ പറ്റത്തില്ല. പുതിയ യെരൂശലേം പോകാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടാൽ ഹല്ലേലൂയ പുതിയ സ്വർഗീയ പുതിയ ഭൂമിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പുതിയ യെരൂശലേമിലേക്ക് പോകണമെങ്കിൽ ആമേൻ പ്രൈസ് ഗാഡ് ദൈവത്തിൻ്റെ 4 സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ ആമേൻ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ, ആമേൻ പ്രൈസ് ഗാഡ് ദൈവഹിതത്തിൽ, നീ 4ലും പൂർണ്ണത പ്രാപിച്ചാലേ ആമേൻ പുതിയ യെരൂശലേമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആമേൻ പ്രൈസ് ഗാഡ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഞാനും ഒരുങ്ങാം. കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ വിശുദ്ധിയിലും അവൻ്റെ വിശ്വാസത്തിലും ദൈവഹിതത്തിലും പൂർണ്ണത പ്രാപിച്ച് ആമേൻ പുതിയ യെരൂശലേമിലേക്ക് മടങ്ങി പോകുവാൻ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആമേൻ പ്രൈസ് ഗാഡ് ഇമാൻസിപ്പേറ്റർ ഒരു എഡിഫയർ ഒരു എൻഡോർ. ആമേൻ പ്രൈസ് ഗാഡ്. എഡിഫയർ എന്നുള്ള സംഭവത്തിൽ ആമേൻ പ്രൈസ് ഗാഡ് ഒരു സംഭവം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു നടന്ന സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഒരു കെയർ ഹോമിൽ കിച്ചൺ അസിസ്റ്റൻ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഷെഫ് എന്നോട് പറഞ്ഞു, യേശു ക്രിസ്തുവും മഗ്ദലേനയിലെ മറിയാൾ തമ്മിലും ഒരു ബന്ധമുണ്ടല്ലോ. പ്രൈസ് ഗാഡ്. അത് ബുക്കിൽ വായിച്ചതാണ്. അത് സത്യമാണോ എന്ന് ചോദിച്ചു. പ്രൈസ് ഗാഡ്. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഉടനെ മറുപടി അദ്ദേഹത്തോട് പറഞ്ഞു. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഒരു യൂത്ത് മീറ്റിങ്ങിൽ പാസ്റ്റർ TPM യൂത്ത് മീറ്റിങ്ങിൽ പാസ്റ്റർ സാം ബെഞ്ചമിൻ പറഞ്ഞ ആമേൻ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. പ്രൈസ് ഗാഡ്. ഒരു വെളിപ്പാട്. ആമേൻ പ്രൈസ് ഗാഡ്. പറവകൾക്ക് കൂടുമുണ്ട്, നരിക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രന് തലച്ചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് വചനം വായിക്കുന്നു. ഈ വചനം പറഞ്ഞ് ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. പറവകൾ നദികൾ എപ്പോഴാണ് കുഴി തോന്നുന്നത്? ആമേൻ പ്രൈസ് ഗാഡ്. അതിൻ്റെ കുട്ടികളെ ആമേൻ പ്രസവിക്കുമ്പോൾ ഹല്ലേലൂയ അതിനു വേണ്ടിയാണ് കുഴി തോന്നുന്നത്. ഹല്ലേലൂയ. മുട്ട എപ്പോഴാണ് കുരുവികൾ എപ്പോഴാണ് കൂട് കെട്ടുന്നത്? ആമേൻ ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. എല്ലാവർക്കും അറിയാം, മുട്ടയിടുമ്പോഴാണ് കൂട് കെട്ടുന്നത്. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. മനുഷ്യപുത്രൻ തലസായ്ക്കുവാൻ ഇടമില്ല എന്ന് ചോദിച്ചാൽ, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് തൻ്റെ ഭാര്യ മേലെ തലച്ചായ്ക്ക് കടന്നു ഉറങ്ങും. ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തലച്ചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആമേൻ വിശുദ്ധ ജീവിതം ചെയ്തു. ഹല്ലേലൂയ. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. വിശുദ്ധിയോട് ജീവിച്ചു. എന്നുള്ളത് തെളിവാണ്. ഇതിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ വായടച്ചു പോയി, മിണ്ടാതെ ഇറങ്ങിപ്പോയി. ആമേൻ പ്രൈസ് ഗാഡ്. പെട്ടെന്ന് അദ്ദേഹം എനിക്കുള്ള അഹങ്കാരം വന്നു. ഹല്ലേലൂയ. എനിക്കുള്ള ചെറിയ അഹങ്കാരം വന്നു. ആ അഹങ്കാരം അവൻ്റെ വായനാണ് അടിച്ചല്ലോ. അവൻ മിണ്ടാതായില്ലോ എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് എന്നോട് സംസാരിച്ചു. ഇതുപോലെ എൻ്റെ അഹങ്കാരം അടക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് ഹല്ലേലൂയ ഇതുപോലെ 1000ങ്ങളുണ്ട്, 10,000ങ്ങളുണ്ട്. ആമേൻ. എല്ലാവരോടും സുശേഷം പറയണം. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. സുശേഷം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന പൗലോസ് പറയുന്നത്. നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലത്തിൽ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ആമേൻ നിങ്ങളടുത്തുള്ളവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോട് ദൈവവചനം പറയണം. ആമേൻ പ്രൈസ് ഗാഡ്. അവരെയും ഈ ആരാധനയ്ക്ക് ക്ഷണിക്കണം. പ്രൈസ് ഗാഡ്. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. ഇത് ഭൂമി എങ്ങും പോയി സാക്ഷി പറയുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. കണ്ണടയ്ക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഭൂമി എങ്കും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമി എങ്കും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമം
ആത്മാവിൻ ഗീതമേ എന്നെ യേശുവേ ഞാനെന്നും വാഴ്ത്തി വണങ്ങിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി വണങ്ങിടും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, our loving Heavenly Father, we come to you in Jesus' precious name. We thank you, Lord, for giving us this time. Whatever you have laid in my heart that I have delivered into thy saints, Lord, I prayerfully pray that the word will grow and bud forth and blossom and give almonds, Lord. Hallelujah. Let them be like the rod of Aaron, hallelujah, which in night time sprung up and lasted long. Amen. Praise God. Let them be like Aaron's rod, Lord. Hallelujah. Glory be to God's holy name. Let them become a vessel of honor in your hands, Lord. Hallelujah. Ready for the master's use. Prepared for every good work, Lord. Hallelujah. Bless their transactions. Bless their job. Bless their going out and coming in. Bless their cars. Bless their houses. Amen. Praise God. We thank you for the testimonies in our lives, Lord. We give you all the glory and honor and praise. In Jesus' matchless name we pray. Amen.